2018 ജനുവരിയിൽ പോളണ്ടിലേക്ക് ജോലി തേടിപ്പോയതാണ് എറണാകുളം പള്ളുരുത്തി സ്വദേശികളായ നെൽസന്റെയും ഗ്ലോറിയയുടെയും ഇളയ മകൻ ജേക്കബ്. നാട്ടിൽ വെൽഡിംഗ് ജോലി ചെയ്തിരുന്ന ജേക്കബ് ചെന്നൈ ട്രാവൽ ഏജൻസിയുടെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാണ് പോളണ്ടിലേക്ക് യാത്ര തിരിച്ചത്. അവിടെ എത്തിയ ശേഷം താൻ പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കിയ ജേക്കബിൻ്റെ മാനസിക നില ആകെ തകർന്നു. പിന്നീട് കൂടെ താമസിച്ചവരുമായുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ ജേക്കബിൻ്റെ കൈകൊണ്ട് 2 പേർ മരണപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷങ്ങളായി പോളണ്ടിലെ ജയിലിൽ കഴിയുന്ന ജേക്കബിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇന്ത്യയിലെ ജയിലിലേക്ക് ജേക്കബിനെ മാറ്റാൻ സാധിക്കുമെന്നാണ് നിർദ്ദേശങ്ങളാണ് പോളണ്ടിലെ അഭിഭാഷകർ മുന്നോട്ട് വെച്ചതെങ്കിലും ഇപ്പോഴും തടസ്സങ്ങൾ നേരിടുകയാണ് ഈ കുടുംബം. ജേക്കബിൻ്റെ ദുരിതാവസ്ഥയിൽ മനം നൊന്തുകൊള്ളുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ജേക്കബിൻ്റെ പിതാവ് നെൽസൺ, അമ്മ ഗ്ലോറിയ, സഹോദരൻ പീറ്റർ എന്നിവരാണ്. ജേക്കബിന് എത്ര വയസ്സുണ്ട്? ജേക്കബിന് ഇപ്പോൾ 34 വയസ്സുണ്ട്. 28ാമത്തെ വയസ്സിലാണ് സംഭവം നടക്കുന്നത്. പോളണ്ടിൽ റൂമിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. ആള് പോണതിന് മുമ്പ് 2017 ഇവിടെ എറണാകുളത്തുള്ള നായേഴ്സ് ഹോസ്പിറ്റലിൽ ഡിപ്രഷൻ വന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആൾക്ക് ഇങ്ങനെ ചെറുപ്പം മുതലേ ഡിപ്രഷനുള്ള ഒരാളല്ലായിരുന്നു. 2016 അവസാനത്തിൽ ഒരു വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ ഒരു കൂട്ടുകാരൻ്റെ ഇതിൽ ജോലിക്ക് പോയതാണ്. അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ആളുടെ സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ മാറ്റം ഞങ്ങൾക്ക് കണ്ടു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് പല അവൻ്റെ പ്രതികരണത്തിലും മാറ്റം തോന്നിയപ്പോൾ ഞങ്ങൾ നായേഴ്സ് ഹോസ്പിറ്റലിൽ 2017 തുടക്കത്തിലേ കൊണ്ടുപോയി കാണിച്ചതാണ്. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ മരുന്നൊക്കെ തന്ന് അങ്ങനെ അക്രമകാരിയൊന്നും അല്ലായിരുന്നു. ആ സമയത്ത് ഡിപ്രഷൻ ഉണ്ടെങ്കിലും അങ്ങനെ നമുക്ക് ആളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും തോന്നിയില്ലായിരുന്നു. പോണത് ഞങ്ങൾ അറിയണത് തലേ ദിവസമാണ് ഇയാൾ ഞങ്ങളോട് പറയണത്. അപ്പോൾ ഇയാൾക്ക് പോണതിൽ ഞങ്ങൾ തടസ്സം ചെയ്യുക ഇല്ല എന്നുള്ളൊരു പേടിയൊക്കെ ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നു തോന്നുന്നു. ഇയാൾ തന്നെയാണ് ഓടി ട്രാവൽസ് കണ്ടുപിടിച്ചതും വിസ റെഡിയാക്കിയതും പൈസ കടം വാങ്ങിച്ചതൊക്കെ ഇയാൾ തന്നെയാണ് കടം വാങ്ങിച്ചതും എല്ലാം റെഡിയാക്കിയത്. ബാംഗ്ലൂർ പോയി അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറിപ്പോയി. പക്ഷേ പോയി കഴിഞ്ഞെങ്കിലും ഒരു 3 മാസത്തോളം കുഴപ്പമൊന്നുമില്ലായിരുന്നു. 1 മാസത്തെ സാലറിയൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പോൾ സന്തോഷത്തിലൊക്കെ ആയിരുന്നു. പെട്ടെന്നൊരു ദിവസം ഇയാൾ കൂടുതൽ സാലറി വേറെ എവിടെ കിട്ടണമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുറച്ച് ആൾ വർക്ക് ചെയ്തു. പക്ഷേ അവിടെ പറഞ്ഞ പോയ സാലറി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇയാൾ വിസ പുതുക്കാനായിട്ടാണ് പോളണ്ടിൽ നിന്നത്. വിസ പുതുക്കാൻ നിന്നപ്പോഴേക്കും റൂമിലുള്ള ഒരു വ്യക്തിയുടെ NRI അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പൈസ അയച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ശമ്പളവും പണിയൊന്നും ഇല്ലാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പോൾ പുതുക്കാനായിട്ടാണ് സാമ്പത്തികം ഇല്ലായിരുന്ന ആ സമയത്ത് പൈസ അയച്ചു കൊടുത്ത് അപ്പോൾ 3 ആഴ്ചയായിട്ട് ആ റൂമിൻ്റെ റെൻ്റൊന്നും ഇയാൾ കൊടുക്കണില്ലായിരുന്നു. പൈസ കിട്ടിയ ശേഷം ഇവരാരും പൈസ ഇയാൾക്ക് കൊടുക്കാതെ ആ പൈസയുടെ ഇതിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഇവനെ അടിച്ച് പുറത്താക്കി. അപ്പോൾ അവിടെ -30 ഡിഗ്രിയാണ് അവിടെ തണുപ്പ്. അപ്പോൾ ആ ഒരു കാലാവസ്ഥയിൽ പുറത്ത് കിടന്ന് എല്ലാം നഷ്ടപ്പെട്ടെന്നുള്ളൊരവസ്ഥ. ഞങ്ങൾ വിസ പുതുക്കാൻ അയച്ചു കൊടുത്ത പൈസയും ഞങ്ങൾ ഒരുപാട് പലിശക്ക് കടമെടുത്തിട്ടൊക്കെയാണ് ഞാൻ അയച്ചു കൊടുത്തതും. പിന്നെ എൻ്റെ വിവാഹം നടന്നതും കടത്തിലായിരുന്നു. അതുപോലെ തന്നെ ഇയാൾക്ക് പോകാനുള്ള പൈസ ഇയാൾ വാങ്ങിച്ച കടങ്ങളൊക്കെ ഞങ്ങളുടെ മേലായിരുന്നു വന്നത്. പിന്നെ അപ്പോൾ മൊത്തം കടത്തിലായപ്പോൾ ഒരുപാട് ഉപദേശം ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇയാൾ പുറത്ത് കിടന്ന ആ സമയത്ത് ഇയാൾക്ക് വന്ന മാനസികാവസ്ഥ ഇയാളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് അവിടെ നിന്ന് ഈ സംഭവം നടന്ന ശേഷം അവിടെ പോളിഷുകാരനൊരു വക്കീലാണ് ഞങ്ങളെ വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇയാൾക്ക് ആ ഡിപ്രഷനിലാണ് ഇയാൾ ആക്രമിച്ചതെല്ലാം. അപ്പോൾ അത് ഞങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം ആ പോളണ്ട് വക്കീലിന് അയച്ചു കൊടുത്ത കേസിനൊക്കെ അവരത് ഉപയോഗിച്ച്. അപ്പോൾ അത് ശരിക്കും അവിടെ 30 കൊല്ലം 2 പേരെ കൊന്നാൽ 30 കൊല്ലമാണ് സാധാരണ തടവ് കിട്ടേണ്ടത്. ഇയാൾക്ക് 14 കൊല്ലമേ അവിടെ കോടതി വിധിച്ചുള്ളൂ. അപ്പോൾ കോടതിക്കത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അയാളുടെ സംസാരത്തിലും പിന്നെ അയാളുടെ മാനസികാവസ്ഥയെല്ലാം മനസ്സിലായതുകൊണ്ടാണ് 14 കൊല്ലം വിധിച്ചേക്കുന്നത്.
അപ്പോൾ അതിനുശേഷം ഞങ്ങളോട് ഈ വക്കീൽ പറഞ്ഞ് നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു അവസരമുണ്ട്, അതിന് നമുക്ക് കേസ് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ കേസ് ഈ വക്കീൽ വാദിച്ചത് ഞങ്ങൾക്ക് സൗജന്യമായിട്ടാണ് വാദിച്ചത്. രണ്ടാമത്തെ കേസിന് ഫീസ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ എംബസിയിൽ ഞങ്ങൾ ബന്ധപ്പെട്ട് എംബസിയിൽ മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിവിടെ നോർക്കയിലൊക്കെ അപേക്ഷ കൊടുത്ത് മുഖ്യമന്ത്രിക്ക് മെയിലയച്ച്, ഞങ്ങളുടെ MP ഹൈബീഡന് ഞങ്ങൾ മെയിലയച്ചായിരുന്നു. പിന്നെ വിദേശകാര്യമന്ത്രിക്ക് മെയിലയച്ച്, അങ്ങനെ പ്രവാസി സംഘടന വഴിയൊക്കെ ഞങ്ങൾ മെയിലയച്ചൊക്കെ ചെയ്തതാണ്. പക്ഷേ അതിനൊന്നും മറുപടി ഉണ്ടായില്ല. അപ്പോൾ കേസ് അവിടെ അദ്ദേഹം കൊടുത്തു, ആ വക്കീൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 1,30,000 രൂപയോളം ഫീസ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് തന്നെ വളരെയധികം ഞെരുക്കത്തിലായിരുന്നു. അപ്പോൾ എന്നാലും അനിയന് വേണ്ടി ഞങ്ങൾ വേറൊരു ലോണും കൂടി എടുത്തിട്ട് 1,00,000 രൂപ പറ്റി, അതായത് 96 രൂപയോളം ഞങ്ങൾ അയച്ചു കൊടുത്തു. ആ സമയത്ത് മിഥുൻ മോഹൻ എന്ന് പറഞ്ഞൊരു എംബസിയിലെ സാറ് ആ വഴിയാണ് ഞങ്ങൾ എംബസിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മിഥുൻ മോഹൻ എന്ന് പറഞ്ഞ സാറ് ഞങ്ങളെ ഒരുപാട് സഹായിച്ച്. ബാക്കിയുള്ള പൈസ ഒരു 30,000 രൂപയോളം ആ സാറ് ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് തന്ന്. ആ സാറ് ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് വക്കീലിന് കൊടുക്കാൻ വേണ്ടി ആ സാറങ്ങ് ഞങ്ങളെ സഹായിച്ചു. ഇപ്പോൾ ഞങ്ങൾ ഒരു 4 കൊല്ലത്തോളം ആയി ഇപ്പോൾ പൈസ കൊടുത്തിട്ട്. പക്ഷേ കേസിനൊന്നും ഒരു മാറ്റമില്ല. അവിടെ പോളണ്ട് എംബസിയുടെ മുമ്പിൽ, പോളണ്ട് രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഈ ഫയൽ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മുടെ പൗരനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഇന്ത്യയിൽ നിന്നൊരു ആവശ്യം ഉന്നയിച്ചാൽ മാത്രമേ അവർ ഇനിയുള്ള നടപടികൾ എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ എൻ്റെ അനിയനോട് മുണ്ടിയിട്ട് ഇപ്പോൾ ഫോൺ ചെയ്തിട്ട് തന്നെ 1 വർഷം മേലായി. അവനെ അവിടെ ജയിലിൽ വീഡിയോ കോള് എല്ലാ മാസവും ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് ഇൻ്റർനാഷണൽ കോള് പ്രാവശ്യം വിളിക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇയാൾക്ക് മലയാളം അല്ലാതെ വേറൊരു ഭാഷയും ഇയാൾക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ജയിലിലാണെങ്കിൽ ആ സൗകര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇയാൾക്ക് ആവശ്യപ്പെട്ടാലേ അതൊക്കെ ജയിലിൽ ആ ഒരു അവസരമൊക്കെ ഒരുക്കി കൊടുക്കണമെന്നാണ് എംബസിയിൽ നിന്ന് പറഞ്ഞതൊക്കെ. ഈ മിഥുൻ സാറ് പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷേ അതിനുള്ള ഒരു അറിവ് അയാൾക്കില്ല. അപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനും എൻ്റെ അമ്മ എല്ലാ ദിവസവും രാത്രി വൈകുന്നേരം ചോദിക്കും അവൻ വിളിച്ചത്. അപ്പോൾ കേൾക്കുമ്പോൾ എനിക്കും ഒരുപാട് പ്രയാസമുണ്ട്. ഒരു പ്രാവശ്യം അവനോട് സംസാരിക്കണമെന്നുണ്ട്. 1 കൊല്ലം മേലായി അവനോട് സംസാരിച്ചിട്ട്. പിന്നെ അവന് ഇപ്പം മാനസിക നില, അവൻ അവസാനമൊക്കെ സംസാരിച്ചപ്പോഴും അവൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. മാനസിക നില മാറിക്കിടക്കണമെന്ന് സംസാരത്തിൽ ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. ആര് വിളിച്ച് സംസാരിച്ചാലും മനസ്സിലാവും. അപ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ഒന്നും നടക്കില്ല. ട്രീറ്റ്മെൻറ്റ് നടക്കണമെങ്കിൽ തന്നെ ഒരു മലയാളി ഡോക്ടർ വേണം. ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടാണെങ്കിൽ അതിനുള്ള നിയമ നടപടികളിലൂടെ പോയി അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ 14 വർഷം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അയാൾക്കൊരു ജീവിതം ഉണ്ടാകണമല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു മാനസിക രോഗിയായ ഒരു അനിയനെ ഞാൻ കാണേണ്ടി വരും. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അധികാരികൾ ഒന്ന് സഹായിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. നമ്മളതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണിത്. നമ്മളിതൊരു പൊതു ആവശ്യമായിട്ട് ഉന്നയിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ നോർക്കയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും വിദേശകാര്യാണിത് ശരിക്കും പറയേണ്ടത്. നിങ്ങളെ MP ആരാ? MP ഹൈബീഡനാണ്. ഹൈബീഡ് പറഞ്ഞിട്ട് ഈ ഒരു റെപ്രസെൻറ്റേഷൻ ത്രൂ എംബസി വഴി പോളിഷ് ഗവൺമെൻറ്റിന് സമർപ്പിക്കണം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നീങ്ങണം. ഇയാളെ വിട്ടുതരണമെന്നും ഇയാളെ നാട്ടിൽ ജയിൽവാസം അനുഷ്ഠിക്കാൻ ആദ്യം ഇയാൾക്കൊരു എന്താ പറയുക മാപ്പ് കൊടുത്തിട്ട് കിട്ടുമോ നോക്കുക. അതല്ലെങ്കിൽ ഇവിടെ ജയിൽ ശിക്ഷ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സ്വീകരിക്കണം എന്ന് പറയാം. ഇയാൾ മാനസികമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അവിടെ പറഞ്ഞാൽ നടക്കുന്നതാണ്. അവിടെ കുറേയും കൂടി ഇതായിട്ടുള്ള കൾച്ചേർഡായിട്ടുള്ള ആളുകളാണ്, കുറേ കൂടി നിയമപരമായിട്ട് ഇതുള്ള ആളുകളാണ്. ഹൈബീഡനെ തന്നെയാണ് നമ്മൾ ഇതിന് വേണ്ടി ഇത് ചെയ്യേണ്ടത്. ഹൈബീഡൻ വഴി എംബസിയിലേക്ക് ഒരു ഇത് കൊടുക്കണം. എംബസി വഴി പോളിഷ് ഗവൺമെൻറ്റിന് ഹൈബീഡനാണ് ഇത് കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അപ്പീൽ കൊടുക്കേണ്ടത് ഹൈബീഡനാണ്. നിങ്ങൾക്ക് വക്കീൽ മുഖാന്തരം ഒരു അപ്പീൽ നിങ്ങൾക്കും ഫോർവേഡ് ചെയ്യാൻ പറ്റും. അയാൾ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അപ്പീൽ വക്കീൽ വഴി ഫോർവേഡ് ചെയ്തിട്ട് ഗവൺമെൻറ്, അത് വേറെ അതൊന്നുമില്ല, ഫീസൊന്നും കൊടുക്കേണ്ടതില്ല, ചെറിയ ഒരു സഹായം മാത്രമല്ലേ ഉള്ളൂ, അത് ചെയ്യാവുന്നതാണ്.
പിന്നെ പോളണ്ടിൽ മലയാളികൾ ആയിട്ടുള്ള ആളുകളുടെ കൂട്ടായ്മകളുണ്ടാവും. അവരെന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കാം. അത്രയാണ് നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഈ ആളെ കോണ്ടാക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും നമ്മൾക്ക് പറ്റുമോ എന്നുള്ളത് റഫീഖ് റൗത്തർ ശ്രമിക്കും. ഇയാളെ ബന്ധപ്പെടാനോ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആളുകൾ വഴിയൊക്കെ. ഇത്രയൊക്കെ ഇതിൽ ചെയ്യാനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വേറെ കിടന്നിട്ട് പരിഭ്രമിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. ഇത് ഒരൊറ്റ കാര്യം, അയാളെ പറഞ്ഞയച്ച് തെറ്റാണ്. നിങ്ങൾ പറഞ്ഞയച്ചെന്നല്ലപ്പോഴേക്കും ആരും മനസ്സിലായി അയാൾ നാളെ പോകുന്ന ആൾ ഇന്ന് പോകുന്ന ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിലായിപ്പോയി. പക്ഷെ അതൊരു വലിയ മിസ്റ്റേക്കായിപ്പോയി നമ്മുടെ ഭാഗത്ത്. കാരണം ഇത്തരത്തിലുള്ള രോഗം ഉള്ള ഒരാൾ, ഒട്ടും മറ്റു ഭാഷ നിശ്ചയമില്ലാത്ത ഒരാൾ ഒക്കെ പോളണ്ട് പോലത്തെ ഒരു രാജ്യത്തിലേക്ക് അയക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതായിരുന്നു. മലയാളികളൊന്നും ഇല്ലല്ലോ. ദുബായിൽ പോയിട്ട് തന്നെ അയാൾ ക്ലച്ച് പിടിക്കാതെ പോകുന്നതാണല്ലോ. എന്തായാലും നിങ്ങൾ സമാധാനിക്കുക, അതൊക്കെ തന്നെ വഴിയുള്ളൂ. നമ്മളെന്തൊക്കെ ചെയ്യാൻ പറ്റുകയെന്നുള്ളത് റഫീഖിനും കുറച്ച് ഇൻ്റർനാഷണൽ കോൺഷ്യസ് ഉള്ള ആളാണ് ഞങ്ങളെ പ്രൊഡ്യൂസർ, അയാളും നോക്കും. ഇതൊക്കെയാണ്. അമ്മയ്ക്ക് വല്ലതും പറയണ്ടോ? എനിക്ക് അവിടെ നടന്ന സംഭവങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ 18 ഇവിടെ നിന്ന് ജാനുവരി മാസം പോയിട്ട് എൻ്റെ മകൻ 2 മാസം വർക്ക് ചെയ്തുള്ളത് കഴിഞ്ഞിട്ടുള്ള ഓരോ സംഭവങ്ങൾ അവൻ എന്നെ വിളിച്ച് പറയുമ്പോഴേക്കും നെഞ്ച് പൊട്ടിപ്പോവുകയാണ്. കാരണം എന്നെ അടുത്ത് എൻ്റെ മകനില്ലാതെ ആ വേദന ഞാൻ അനുഭവിക്കുന്നത്, ഒപ്പം തുടങ്ങി ഞാൻ അനുഭവിക്കുന്ന വേദനയാണിത്. കുടുംബത്തിലെ ഇവിടെ നാട്ടിലെ കടന്ന് പണിയെടുത്താലും ആ പൈസയൊക്കെ എൻ്റെ കൈ കൊണ്ടുവന്ന് തരികയും ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്ന വെച്ചാൽ കുഞ്ഞി ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോഴൊക്കെ ശംഖ് പൊട്ടിപ്പോയി. ഞാൻ അന്ന് തുടങ്ങി കരയുന്ന കരച്ചിലാണ് എൻ്റെ മകനെ എനിക്ക് കാണാൻ വേണ്ടി. എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരണം. എൻ്റെ മകനെ നാട്ടിലെത്തിക്കാനുള്ള സകല സഹായങ്ങളും ചെയ്തെനിക്ക് തരണം. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ എനിക്ക്. ഓക്കെ, നമ്മൾ അങ്ങേയറ്റത്തോളം ശ്രമിക്കും. എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളിൽ നിന്നുണ്ടാവും. പക്ഷേ ഇത് ഞങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നതല്ല. ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. അബീറിനോട് കുറേ കൂടി ശക്തമായിട്ട് ഇടപെടാൻ റിക്വസ്റ്റ് ചെയ്യുക, അതാണ്.